ഇന്ന് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ് ഒരു കിടിലൻ മാംഗോ ഹൽവയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പഴുപ്പിച്ച മാങ്ങയുണ്ടല്ലോ, അതേ ഇനത്തിലുള്ള മാങ്ങ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തതാണ് ഇത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ചെത്താം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്നത് നമ്മൾ ഒട്ടും വിഷമൊന്നും ചേർക്കാതെ, ഒട്ടും കെമിക്കലൊന്നും ചേർക്കാതെ വീട്ടിൽ തന്നെ നല്ല സിമ്പിളായിട്ട് മാങ്ങ എങ്ങനെ പഴുപ്പിക്കാം എന്നുള്ളതിൻ്റെ ആയിരുന്നേ. അപ്പോൾ അത് ഇനിയും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഒരുപാട് മാങ്ങയൊക്കെ ഉള്ള സീസണാണ്. അതുപോലെ തന്നെ നല്ല വിളഞ്ഞ മാങ്ങയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വെറുതെ നമ്മൾ പാഴാക്കി കളയാതെ പഴുപ്പിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. അങ്ങനത്തെ നമ്മൾ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്യുവാണ്. അപ്പം കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരെണ്ണം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടങ്ങ് കഴിച്ചു പോയതാട്ടോ. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തത് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. പിന്നെ ഇത് കട്ട് ചെയ്യാനുള്ള കണക്കൊന്നുമില്ല കേട്ടോ, കാരണം നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിടാന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുന്നത് അവരവരുടെ പാകത്തിന് തന്നെ ചേർക്കണം. ചിലർക്ക് ഭയങ്കര മധുരം ഇഷ്ടമല്ല, ചിലർക്ക് ഹൽവ ആയതുകൊണ്ട് ഭയങ്കര മധുരമായിരിക്കും ഇഷ്ടം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു കണക്കിനാണ് എടുത്തേക്കുന്നത്, കാരണം നമ്മുടെ മാങ്ങയ്ക്ക് മധുരം ഉള്ളതുകൊണ്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കസ്റ്റാർഡ് പൗഡറാണ്. അത് വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ്. അതിപ്പം ഞാൻ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരഞ്ഞ് കിട്ടാനുള്ള പാകത്തിന് വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് സാധാരണ നോർമൽ വാട്ടറാണ്, തിളച്ച വെള്ളമോ അല്ലെങ്കിൽ ഐസ് വാട്ടറോ ഒന്നുമല്ല, സാധാരണ പച്ചവെള്ളമാണ്. അത് നമുക്ക് സ്പൂൺ കൊണ്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളത്. ഇങ്ങനെ സ്പൂൺ കൊണ്ടൊന്നത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടത് നന്നായിട്ട് നല്ലൊരു കുഴമ്പ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ടില്ല, ഓഫാക്കി തന്നെ വെച്ചേക്കുവാണ്. ഫുള്ളും ഇത് തട്ടിയതിന് ശേഷമാണ് ഞാൻ ഗ്യാസൊക്കെ ഓണാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോൺഫ്ലോർ ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ടിയായി പോവും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഗ്യാസ് ഓണാക്കുന്നത്. ഇപ്പോഴേ ഞാൻ അത്യാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ല ലൂസ് ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കുവാണ്. പക്ഷേ ഇത് വെന്ത് നല്ല കറക്റ്റ് പരുവത്തിനാകുമ്പോഴത്തേക്ക് നന്നായിട്ട് കട്ടിയായിട്ട് വരുവേ. അപ്പോൾ ഇതൊരു ഹൽവ പദം ആയി വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ ഒരു സമയം നമുക്ക് വെറുതെ നിൽക്കണ്ട, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ അടുക്കളയിൽ നിൽക്കും, മിക്കവാറും എപ്പോഴും പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് നിൽക്കുന്നത്. मुझे कोई दे दे जहर हंस के मैं पी लूँगी, मुझे कोई दे दे जहर हंस के मैं पी लूँगी, हर दर्द सह लूँगी, हर हाल में जी लूँगी, हर दर्द सह लूँगी, हर हाल में जी लूँगी, दर्द जुदाई सह ना सकूंगी, तेरे बिना रह ना सकूंगी. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് ഏകദേശം നമ്മുടെ ഹൽവ ഉണ്ടാക്കാനുള്ളൊരു ഐറ്റം കിടിലമായിട്ട് നല്ല സെറ്റായിട്ട് ഇങ്ങനെ കുറുകി ഒന്ന് കട്ടിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാംഗോ ഹൽവ ഈ ഒരു കസ്റ്റാർഡ് പൗഡറും കൂടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോഴും നമ്മൾ ആ സ്പാറ്റില കൊണ്ട് ഒഴിക്കുമ്പോഴത്തേക്കും അതുപോലെ നടുഭാഗത്തു നിന്നൊന്ന് വിടിവിക്കുമ്പോഴത്തേക്കും കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കുന്നത്, ഇനി കുറച്ചുകൂടെ കട്ടിയാവാനുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബാച്ചായിട്ടാണ് നെയ്യ് ചേർക്കുന്നത്, ഫുള്ളും നമ്മൾ ആദ്യമേ ചേർക്കുന്നില്ല. അതുപോലെ തന്നെ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാമേ. നിങ്ങളുടെ കയ്യിൽ മാംഗോ എസൻസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ 2-3 ഡ്രോപ്സും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിച്ചിട്ടില്ല. അപ്പം അടുത്ത 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇത് കുറുകി സെറ്റായിട്ട് വരും തോറുമാണ് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പം ഈ ഒരു പാത്രത്തിലാണിത് സെറ്റ് ചെയ്യുന്നത്. ആ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യൊക്കെ തടവി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പും ബദാമും കൂടെ നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. അത് നെയ്യിൽ മൂപ്പിച്ച് ചേർക്കണമെന്നൊന്നുമില്ല, ചേർത്താലും കുഴപ്പമൊന്നുമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഉണക്കമുന്തിരി ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഈ മാങ്ങയ്ക്ക് ചെറുതായിട്ടൊരു പുളിരസമുണ്ട്. അത് ഏത് മാങ്ങയായാലും ശരി തന്നെ ഒരു ചെറിയതായിട്ടൊരു പുളിരസമുണ്ട്. അപ്പോൾ മുന്തിരിങ്ങയ്ക്കും ചെറുതായിട്ട് പുളിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ചേർക്കാതെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇതിനിടയ്ക്ക് അടുത്ത ഒരു
ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഹൽവ ഏകദേശം സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം എനിക്കിത് കറക്റ്റായിട്ട് ആ ഒരു പാത്രത്തിൽ കറക്റ്റായിട്ട് നിൽപ്പുണ്ടായിരുന്നേ. ഒരു സ്പൂണൊക്കെ ബാക്കി വന്നോളൂ. അത് ഇപ്പം തന്നെ നമ്മൾ ചീനിച്ചട്ടി ഫിനിഷ് ചെയ്യും, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ആ സ്പാറ്റില കൊണ്ട് ചെറുതായിട്ടിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മേളിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് തണുത്തതിന് ശേഷം വേണം അടച്ച് വയ്ക്കാൻ. അതിൻ്റെ മേളിൽ ആ നീരാവിയൊക്കെ പോയിട്ട്. എന്നിട്ടൊരു 4-5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി നമുക്കിതൊന്ന് മാറ്റിയെടുക്കണം. ആ മോൾഡിൽ നിന്ന് മാറ്റിയെടുക്കണം. അങ്ങനെ നമ്മുടെ കിടിലൻ മാംഗോ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കസ്റ്റാർഡ് മാംഗോ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മാങ്ങയൊക്കെ കിട്ടുന്ന സീസണിൽ ട്രൈ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ്. നല്ല സോഫ്റ്റാണ്, നല്ല ജിഗിലി പോലെ ഇരിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കാണാനൊക്കെ കേട്ടോ. അപ്പോൾ ഇത് പാത്രത്തിലൊന്നും അടിക്കൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കാണിച്ചു തരാമേ. കട്ട് ചെയ്തപ്പോഴത്തേക്കും ആ കത്തി കൊണ്ടിങ്ങനെ അകത്തോട്ട് നമ്മളിങ്ങനെ മുറിച്ചപ്പം നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല പഞ്ഞി പോലെ നല്ല ഇരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ വീഡിയോയും മൈൻഡപ്പ് ചെയ്യാറായി. ഇനി നമുക്ക് തംബ്നെയിലിൻ്റെ വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം. അതുപോലെ തന്നെ ഞാനിത് പീസാക്കി വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.